വടകരയിൽ അധ്യാപികമാർ പ്രതികളായ വൻ MDMA ലഹരി കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചതായി പുതിയ വെളിപ്പെടുത്തൽ. അറസ്റ്റിലായ പ്രധാന പ്രതി കീർത്തനയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക ചാറ്റുകളും ചിത്രങ്ങളും പോലീസിന് ലഭിച്ചത്. കേസിൽ കുഞ്ഞുങ്ങളെയോ വിദ്യാർത്ഥികളെയോ ലഹരി കച്ചവടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഗൗരവകരമായ വിഷയം ലഹരിമരുന്ന് വിതരണത്തിനും വിൽപ്പനയ്ക്കും വിദ്യാർത്ഥികളെയോ മറ്റു കുട്ടികളെയോ ഇവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് നടത്തുന്ന വിപുലമായ അന്വേഷണമാണ്. ഇതിനായുള്ള ചോദ്യം ചെയ്യലിനായി NDPS പ്രത്യേക കോടതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെ കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. കസ്റ്റഡി കാലാവധിക്കുള്ളിൽ ലഹരി ശൃംഖലയുടെ പൂർണ്ണ വിവരങ്ങളും ഡിജിറ്റൽ തെളിവുകളുടെ ഉറവിടവും പുറത്തു കൊണ്ടുവരാനാണ് ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതി കീർത്തനയെ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷയിലാണ് ഞെട്ടിക്കുന്ന പണമിടപാടുകളുടെ വിവരങ്ങൾ പോലീസ് തുറന്നുകാട്ടിയത്. ലഹരി ആവശ്യക്കാർ അധ്യാപികമാരെയും കൂട്ടാളികളുടെയും അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഗൂഗിൾ പേ വഴിയുമാണ് ലക്ഷക്കണക്കിന് രൂപ അയച്ചു നൽകിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു MDMA ലഹരി കൈമാറ്റം നടത്തിയിരുന്നത്. കേസിൽ ഇതുവരെ 3 അധ്യാപകമാരും 2 യുവാക്കളും അടക്കം 5 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. പ്രധാന പ്രതിയായ കീർത്തന, സഹപ്രവർത്തകരായ കാവ്യ, നിഷ്മ എന്നീ അധ്യാപികമാർക്ക് പുറമെ ലഹരി കൈമാറ്റത്തിൽ പങ്കാളികളായ കണ്ണൂർ ഇരട്ടി സ്വദേശിയും ഓൺലൈൻ ഡെലിവറി ബോയുമായ ജിജിൽ കുര്യാക്കോസ്, സഫ്വാൻ എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ. അധ്യാപന മേഖലയുടെ മറവിൽ ലഹരി ഇടപാടുകൾ നടത്തി വൻ സാമ്പത്തിക ലാഭമാണ് ഈ ശൃംഖല ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ലഹരി ശൃംഖലയുടെ യഥാർത്ഥ ഉറവിടവും പ്രധാന സൂത്രധാരനുമായ വയനാട് സ്വദേശിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനിരിക്കുകയാണ് പോലീസ് അന്വേഷണ സംഘം. കേസിൽ അറസ്റ്റിലായ അധ്യാപികമാർക്കും കൂട്ടുപ്രതികൾക്കും MDMA ലഹരി മരുന്ന് എത്തിച്ചു നൽകിയിരുന്ന പ്രധാന കണ്ണി 22 വയസ്സുള്ള വയനാട് സ്വദേശിയായിട്ടുള്ള യുവാവാണ്. ഇയാളെ കണ്ടെത്താനായി വടകര പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് വയനാട് കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പിടിയിലായ പ്രതികളുടെ ഫോൺ രേഖകളിൽ നിന്നും ഡിജിറ്റൽ സാമ്പത്തിക വിവരങ്ങളിൽ നിന്നും ഇയാളുമായുള്ള ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ അധ്യാപികമാർ ഈ വയനാട് സ്വദേശിയായ യുവാവിന് നേരിട്ടും ഒടുവിൽ പിടിയിലായ ഇരട്ടി സ്വദേശിയും ഓൺലൈൻ ഡെലിവറി ബോയുമായ ജിജിൽ കുര്യാക്കോസ് വഴിയുമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നോ വൻകിട ലഹരി കാർട്ടലുകളിൽ നിന്നോ MDMA കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത് ഇയാളാണെന്നാണ് കരുതുന്നത്. ഇയാളെ പിടികൂടുന്നതോടെ കേരളത്തിലെ പ്രധാന ലഹരി വിതരണ ശൃംഖലയുടെ പൂർണ്ണ ഉറവിടവും അതിനു പിന്നിൽ പ്രവർത്തിച്ച വൻ സ്രാവുകളും വലയിലാകുമെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങളിൽ പങ്കാളിയായിരുന്ന അധ്യാപകമാരിൽ തന്നെ വൻതോതിൽ MDMA ലഹരി കച്ചവടത്തിന് ഇടനിലക്കാരായി മാറിയത് സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ പേർ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കുട്ടികളെ ഇതിനായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നും വരും ദിവസങ്ങളിലെ കസ്റ്റഡി ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാകും. പ്രധാന ലഹരി വിതരണക്കാരനായ വയനാട് സ്വദേശിയായിട്ടുള്ള തിരച്ചിലും ഇതിനോടൊപ്പം തന്നെ തുടരുകയാണ്.